ഭാരതീയ ചിന്താഗതിയെയും രാഷ്ട്രീയ തന്ത്രങ്ങളെയും മാറ്റിമറിച്ച മഹാപണ്ഡിതനായിരുന്നു ആചാര്യ ചാണക്യൻ. വെറുമൊരു ദരിദ്ര ബ്രാഹ്മണനായിരുന്ന അദ്ദേഹം തന്റെ ബുദ്ധിശക്തി കൊണ്ട് നന്ദവംശത്തെ തകർക്കുകയും മൗര്യ സാമ്രാജ്യം സ്ഥാപിക്കുകയും ചെയ്തു. ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും, അത് ഭരണമായാലും കുടുംബമായാലും സൗഹൃദമായാലും, വിജയിക്കാൻ ആവശ്യമായ പ്രായോഗിക പാഠങ്ങളാണ് അദ്ദേഹം നമുക്ക് നൽകുന്നത്. ഈ 30 മിനിറ്റിലൂടെ നമ്മൾ ചാണക്യന്റെ ഏറ്റവും പ്രധാനപ്പെട്ട 7 അധ്യായങ്ങൾ പഠിക്കാൻ പോകുകയാണ്. അധ്യായം 1: അറിവും വിദ്യാഭ്യാസവും. ചാണക്യൻ പറഞ്ഞു, വിദ്യയുള്ളവനെ ലോകം എല്ലായിടത്തും ബഹുമാനിക്കുന്നു. വിദ്യയേക്കാൾ വലിയൊരു സുഹൃത്ത് വേറെയില്ല. യഥാർത്ഥ ജീവിത ഉദാഹരണം: നിങ്ങൾ ഒരു വലിയ കമ്പനിയിൽ ജോലിക്ക് പോകുന്നു എന്ന് കരുതുക. അവിടെ നിങ്ങളുടെ വസ്ത്രധാരണത്തെക്കാളും ലുക്കിനേക്കാളും പ്രധാനം നിങ്ങൾ ആ ജോലിയിൽ എത്രമാത്രം അറിവുള്ളവനാണ് എന്നതാണ്. ഒരു മനുഷ്യൻ എത്രയൊക്കെ സുന്ദരനായാലും ഉന്നത കുലജാതനായാലും അറിവില്ലെങ്കിൽ അവൻ മണമില്ലാത്ത പൂവിന് തുല്യനാണ്. ഉപദേശം: അറിവ് സമ്പാദിക്കുന്നതിൽ ഒരിക്കലും മടി കാണിക്കരുത്. വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ സുഖസൗകര്യങ്ങൾ ആഗ്രഹിക്കരുത്. കാരണം സുഖം ആഗ്രഹിക്കുന്നവന് വിദ്യ ലഭിക്കില്ല, വിദ്യ ആഗ്രഹിക്കുന്നവൻ സുഖവും ലഭിക്കില്ല. അധ്യായം 2: സൗഹൃദത്തിന്റെ തന്ത്രങ്ങൾ. എല്ലാവരെയും വിശ്വസിക്കുന്നവൻ ചതിക്കപ്പെടും. ചാണക്യൻ സൗഹൃദത്തെക്കുറിച്ച് വളരെ ഗൗരവമായ മുന്നറിയിപ്പുകൾ നൽകുന്നു. യഥാർത്ഥ ജീവിത ഉദാഹരണം: നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമുക്ക് മുന്നിൽ പുകഴ്ത്തി സംസാരിക്കുകയും പുറകിൽ നിന്ന് കുറ്റം പറയുകയും ചെയ്യുന്ന സുഹൃത്തുക്കൾ ഉണ്ടാകും. ചാണക്യൻ ഇതിനെ ഉപമിക്കുന്നത് മുകളിൽ പാൽ പുരട്ടിയ വിഷകുംഭത്തോടാണ്. അത്തരം ആളുകൾ നിങ്ങളുടെ പക്കൽ പണമുള്ളപ്പോൾ മാത്രം കൂടെ നിൽക്കുകയും ആപത്ത് വരുമ്പോൾ ആദ്യം ഓടിപ്പോവുകയും ചെയ്യും. ഉപദേശം: ഒരു പാമ്പിന് വിഷമില്ലെങ്കിൽ പോലും അത് വിഷമുള്ളതുപോലെ അഭിനയിക്കണം. അതുപോലെ നിങ്ങളുടെ ബലഹീനതകൾ ഒരിക്കലും സുഹൃത്തുക്കളോടുപോലും വെളിപ്പെടുത്തരുത്. ശത്രുവിനേക്കാൾ അപകടകാരിയാണ് നിങ്ങളുടെ രഹസ്യങ്ങൾ അറിയാവുന്ന സുഹൃത്ത്. അധ്യായം 3: സമ്പത്തും സാമ്പത്തിക ഭദ്രതയും. സമ്പത്തില്ലാത്ത മനുഷ്യൻ ജീവിച്ചിരിക്കുമ്പോഴും മരിച്ചവൻ തുല്യനാണെന്ന് ചാണക്യൻ വിശ്വസിച്ചിരുന്നു. യഥാർത്ഥ ജീവിത ഉദാഹരണം: നിങ്ങൾ ഇന്ന് ലക്ഷങ്ങൾ സമ്പാദിക്കുന്നുണ്ടാകാം. പക്ഷേ അതെല്ലാം ആഡംബരങ്ങൾക്കായി ചിലവാക്കി തീർത്താൽ നാളെ ഒരു അസുഖം വന്നാലോ ജോലി നഷ്ടപ്പെട്ടാലോ നിങ്ങളുടെ കൂടെ ആരും കാണില്ല. ആപത്ത് കാലത്തേക്ക് വേണ്ടി പണം കരുതിവെക്കുക. പണം കൈവശമുള്ളവൻ മാത്രമേ അന്തസ്സോടെ ജീവിക്കാൻ കഴിയൂ. ഉപദേശം: ദാനധർമ്മങ്ങൾ ചെയ്യണം, പക്ഷേ അത് നിങ്ങളുടെ കുടുംബത്തിന്റെ നിലനിൽപ്പിനെ ബാധിക്കരുത്. കടലിലെ വെള്ളം ഒഴുകിപ്പോകുന്നത് പോലെ പണം ദാനമായി നൽകണം, പക്ഷേ അമിതമാകരുത്. അധ്യായം 4: സ്ത്രീയും കുടുംബജീവിതവും. കുടുംബത്തിന്റെ സമാധാനമാണ് ഒരു പുരുഷന്റെ വിജയത്തിന് പിന്നിലെ ഊർജ്ജം. യഥാർത്ഥ ജീവിത ഉദാഹരണം: ഒരു വീട് സ്വർഗമാകുന്നത് അവിടുത്തെ അംഗങ്ങൾ തമ്മിലുള്ള സ്നേഹം കൊണ്ടാണ്. മക്കൾ അനുസരണയുള്ളവരും ഭർത്താവും ഭാര്യയും പരസ്പരം വിശ്വസിക്കുന്നവരുമായ വീടുകളിൽ ലക്ഷ്മി ദേവി കുടികൊള്ളുന്നു. ഉപദേശം: മക്കളെ 5 വയസ്സുവരെ സ്നേഹിക്കുക, 10 വയസ്സുവരെ ശാസിക്കുക, 16 വയസ്സായാൽ അവരെ സുഹൃത്തായി കാണുക. ദുർസ്വഭാവമുള്ള ഭാര്യയോ സുഹൃത്തോ നിങ്ങൾക്ക് നരകതുല്യമായ ജീവിതം നൽകും. അധ്യായം 5: കർമ്മവും വർത്തമാനകാലവും. കഴിഞ്ഞുപോയ കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് ദുഃഖിച്ചിട്ട് കാര്യമില്ല. യഥാർത്ഥ ജീവിത ഉദാഹരണം: പരീക്ഷയിൽ തോറ്റ കുട്ടിയോ ബിസിനസ്സിൽ പരാജയപ്പെട്ട ആളോ ആ പരാജയത്തെക്കുറിച്ച് മാത്രം ചിന്തിച്ചിരുന്നാൽ മുന്നോട്ട് പോകാൻ കഴിയില്ല. നിങ്ങൾ ഇന്നലെ ചെയ്ത തെറ്റുകളിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുക, എന്നിട്ട് ഇന്ന് എന്തു ചെയ്യാൻ കഴിയും എന്ന് ആലോചിക്കുക. ഉപദേശം: ഭാവിയിൽ ഉണ്ടാകുന്ന കാര്യങ്ങളെക്കുറിച്ച് അമിതമായി ഉത്കണ്ഠപ്പെടരുത്. ബുദ്ധിമാനായ മനുഷ്യൻ വർത്തമാനകാലത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ഓരോ നിമിഷവും വിലപ്പെട്ടതാണ്. അധ്യായം 6: ശത്രുക്കളെ എങ്ങനെ നേരിടാം. ശത്രുവിനെ തോൽപ്പിക്കാൻ ആയുധം മാത്രമല്ല, ബുദ്ധിയും ആവശ്യമാണ്. യഥാർത്ഥ ജീവിത ഉദാഹരണം: നിങ്ങളെ അപമാനിക്കാൻ ശ്രമിക്കുന്ന ഒരാളോട് തിരിച്ചു വഴക്കിടുന്നത് നിങ്ങളുടെ ഊർജ്ജം നഷ്ടപ്പെടുത്തും. മറിച്ച് നിശബ്ദത കൊണ്ടും വിജയം കൊണ്ടും അവരെ തോൽപ്പിക്കുക. ഉപദേശം: ശക്തനായ ശത്രുവിനെ വിനയം കൊണ്ട് കീഴടക്കുക. ദുഷ്ടനായ ശത്രുവിനെ അവന്റെ തന്നെ തന്ത്രങ്ങൾ കൊണ്ട് നേരിടുക. തുല്യബലമുള്ള ശത്രുവിനെ കരുത്തുകൊണ്ട് നേരിടുക.
ഒരിക്കലും ശത്രുവിനെ നിസ്സാരനായി കാണരുത്. അധ്യായം 7 സത്യസന്ധതയുടെ അതിർവരമ്പുകൾ. അമിതമായ സത്യസന്ധത ഒരു മനുഷ്യനെ അപകടത്തിൽ ചാടിക്കുമെന്ന് ചാണക്യൻ ഓർമ്മിപ്പിക്കുന്നു. യഥാർത്ഥ ജീവിത ഉദാഹരണം: കാട്ടിലെ നേരായ മരങ്ങളാണ് ആദ്യം വെട്ടപ്പെടുന്നത്. വളഞ്ഞ മരങ്ങൾ അവിടെ സുരക്ഷിതമായി നിൽക്കും. അതുപോലെ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ അമിതമായ നിഷ്കളങ്കത കാണിക്കരുത്. അത് മറ്റുള്ളവർക്ക് നിങ്ങളെ ചൂഷണം ചെയ്യാൻ അവസരം നൽകും. ഉപദേശം: ലോകം എപ്പോഴും നേരായ വഴിക്കല്ല നടക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ ലക്ഷ്യം നേടുന്നതിനായി ആവശ്യമായ ബുദ്ധിയും തന്ത്രവും ഉപയോഗിക്കുക. ഉപസംഹാരം: ഈ പറഞ്ഞ പാഠങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പകർത്തിയാൽ ഏതൊരു പ്രതിസന്ധിയെയും അതിജീവിക്കാൻ നിങ്ങൾക്ക് കഴിയും. അറിവ് സമ്പാദിക്കുക, വിവേകത്തോടെ സംസാരിക്കുക, ലക്ഷ്യത്തിനായി കഠിനാധ്വാനം ചെയ്യുക. ചാണക്യന്റെ പാഠങ്ങൾ വെറും ഉപദേശങ്ങളല്ല, അത് ജീവിതവിജയത്തിനുള്ള താക്കോലാണ്.